ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് LDCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം ഞാൻ റാൻഡം ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്താണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കാസർഗോഡ്, കോട്ടയം, തിരുവനന്തപുരം, ഐരാപുരം. ഏതായിരിക്കും? ഐരാപുരമാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കിക്കാം. ഉണ്ടോ? ഓപ്ഷൻ സി ഐരാപുരമാണ് ആൻസർ. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. ജനിതക മാറ്റം വരുത്തിയ റബ്ബർ തോട്ടത്തിൽ പരീക്ഷിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഇന്ത്യ. എന്താണ്? ജനിതക മാറ്റം വരുത്തിയ റബ്ബർ തോട്ടത്തിൽ പരീക്ഷിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. ഐരാപുരം റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? എറണാകുളം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഐരാപുരം എന്താണ്? ക്വസ്റ്റ്യൻ നോക്കിയേ. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്കാണ് ഐരാപുരം. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്കാണ് ഐരാപുരം. ഐരാപുരം റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണെന്ന് ചോദിച്ചാൽ എറണാകുളം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം നിർമ്മിച്ചത് കാസർഗോഡാണ്. റബ്ബർ ചെക്ക് ഡാം നിർമ്മിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡാണ്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ ഡാം എന്ന് പറയുന്നത് ജൻജാവതി. എന്താണ്? ജൻജാവതി. എവിടെയാണ് ജൻജാവതി? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാം നിലവിൽ വന്നത് എവിടെയാണ്? ബീഹാറാണ് കേട്ടോ. ബീഹാറിലെ ഫൽഗു നദി. എവിടെയാണ്? ബീഹാറിലെ ഫൽഗു നദി. ആ ഡാമിലൂടെ പോകുന്ന നദിയായിരിക്കും. പൂർണ്ണമായും വനിതകളുടെ ഉടമസ്ഥയിലുള്ള ആദ്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദ്. എന്താണ്? പൂർണ്ണമായും വനിതകളുടെ ഉടമസ്ഥയിലുള്ള ആദ്യത്തെ വ്യവസായ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വന്നത് ഹൈദരാബാദാണ്. അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ഇത് എല്ലാവർക്കും എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. മത്സ്യത്തിലെ ഹൃദയങ്ങളുടെ അറകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 3, 4, 2, 1. എത്രയാണ്? 2 അല്ലേ? 2ആണ്. അത് നമുക്കറിയാവുന്നതാണ് അല്ലേ. ഇനി ബാക്കിയുള്ളതിൻ്റെ കൂടി നോക്കിയാലോ. ഹൃദയത്തിലെ അറകൾ ഉഭയജീവികൾ. എന്താണ് ഈ ഉഭയജീവികൾ എന്ന് പറയുന്നത്? ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ, അതായത് ആംഫീബിയൻസ് എന്ന് പറയും. ഉദാഹരണം നമുക്ക് തവള പറയാം. ഉഭയജീവികൾക്ക് 3 അറകളാണ് ഹൃദയത്തിനുള്ളത്. ഉരകങ്ങൾക്ക് എത്രയുണ്ട്? അതും 3. എന്താണ് ഉരകങ്ങൾ? റെപ്റ്റൈൽസ്, അതായത് ഇഴജന്തുക്കൾ. പക്ഷികൾ 4, സസ്തനികൾ 4, പാറ്റ 13 ഉണ്ട്. ഓക്കെ, അപ്പം മത്സ്യത്തിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2, ഉഭയജീവികൾ 3, ഉരകങ്ങൾ 3, പക്ഷികൾ 4, സസ്തനികൾ 4, പാറ്റ 13. അത് കിട്ടിയില്ലേ? അടുത്തയിലേക്ക് പോവാം. അതും കുറച്ചുകൂടി ഉണ്ട്. ഹൃദയത്തിന് 4 അറകളുള്ള ഉരകം, അതായത് നമ്മളിപ്പോൾ മനുഷ്യന്മാർക്ക് എത്രയുള്ളത്? 4 അല്ലേ? അതേപോലെ ഹൃദയത്തിന് 4 അറകളുള്ള ഉരകം, റെപ്റ്റൈൽസ് എന്ന് പറയുന്നത് എന്താണ്? മുതല അല്ലേ? മുതലയ്ക്കാണ് 4 അറകളുള്ളത്. മറ്റൊരു മൃഗത്തിൽ നിന്ന് കോശമോ അവയവമോ മനുഷ്യനിൽ സ്വീകരിക്കുന്ന പ്രക്രിയനെയാണ് നമ്മൾ എന്ത് പറയണത്? സെനോ ട്രാൻസ്പ്ലാന്റേഷൻ. എന്ത് പറയും? സെനോ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ അത് നോക്കി വയ്ക്കുക, സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളത്. ഓക്കെ, സെനോ ട്രാൻസ്പ്ലാന്റേഷൻ. മറ്റൊരു മൃഗത്തിൽ നിന്ന് എന്താണ് ഈ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ? മറ്റൊരു മൃഗത്തിൽ നിന്ന് കോശമോ അവയവമോ സെൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗൻസോ മനുഷ്യൻ സ്വീകരിക്കുന്ന പ്രക്രിയനെയാണ് നമ്മൾ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോകത്തിൽ ആദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്താണ്? ഒരു മൃഗത്തിൻ്റെ അവയവം എടുക്കാം അല്ലെങ്കിൽ കോശം എടുത്ത് മനുഷ്യനിൽ വെക്കുന്ന പ്രക്രിയ, അതാണ് എന്തെന്ന് പറയുന്നത്? സെനോ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു എന്താണ് പരീക്ഷണമാണ് എന്താണ്? ലോകത്തിൽ ആദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയ മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത്.
ആരാണെന്ന് ചോദിച്ചാൽ ഏത് യൂണിവേഴ്സിറ്റിയാണെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് സ്കൂൾ ഓഫ് മെഡിസിൻ. എവിടെയാണത്? അമേരിക്ക. എവിടെയാണ് ചെയ്തത്? യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് സ്കൂൾ ഓഫ് മെഡിസിൻ. എവിടെയാണ്? അമേരിക്ക. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ, ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തത് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ബാർട്ട്ലി ഗ്രിഫിത്ത്. എന്താണ്? ഡോക്ടർ ബാർട്ട്ലി ഗ്രിഫിത്ത്. ബാർട്ട്ലി അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ ബാർട്ട്ലി ഗ്രിഫിത്ത്. അടുത്തത്, ഈ ഹൃദയം സ്വീകരിച്ചത്. ഇനി ആർക്കാണ് ഹൃദയം കൊടുത്തത്? ഡേവിഡ് ബെന്നറ്റ്. ആർക്കാണ് കൊടുത്തത്? പന്നിയുടെ ഹൃദയം ആർക്കാണ് കൊടുത്തത്? പന്നി തന്നെയല്ലേ? ഓക്കെ, പന്നിയുടെ ഹൃദയം ആർക്കാണ് കൊടുത്തത്? ആരാണ് സ്വീകരിച്ചത്? ഡേവിഡ് ബെന്നറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ CDRI ലക്നൗ നിർമ്മിച്ച സ്ത്രീകൾക്കായുള്ള ഗർഭനിരോധന ഉപാധി. അതായത് ഇന്ത്യയിൽ CDRI ലക്നൗ നിർമ്മിച്ച സ്ത്രീകൾക്കായുള്ള ഗർഭനിരോധന ഉപാധി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. കോപ്പർട്ടി, സഹേലി, LNG-20 ഇവയൊന്നുമല്ല. കോപ്പർട്ടി അല്ലേ? നോക്കാം. സഹേലിയാണ്. ഓക്കെ, സോറി, സഹേലി. അപ്പോൾ സഹേലിയാണ് ഉത്തരം. സോറി, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് എന്ത്? CDRIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ലക്നൗ ആണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലക്നൗ ആണ്. ഗർഭചിത്ര നിരോധന നിയമം എപ്പോഴാണ് വന്നത്? ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഗർഭചിത്ര നിരോധന നിയമം 1972. എപ്പോഴാണ്? 1972. ഗർഭചിത്ര നിരോധന നിയമം, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഓഫ് 1971 നിലവിൽ വന്നത് 1972 ഏപ്രിൽ 1-നാണ്. 1972 ഏപ്രിൽ 1-ന്. ഗർഭചിത്ര നിരോധന നിയമം 1971 ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2021 സെപ്റ്റംബർ 24-നാണ്. എപ്പോഴാണ്? 2021 സെപ്റ്റംബർ 24. ഈ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്തവർ, ഭിന്നശേഷിയുള്ള സ്ത്രീകൾ, ലൈംഗിക പീഡനത്തിനിരയായവർ, മറ്റു ദുർബലരായ സ്ത്രീകൾ എന്നിവർക്ക് ഗർഭചിത്രത്തിന് 24 ആഴ്ച വരെ സമയം ലഭിക്കും. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ആരായിരിക്കും? ഓപ്ഷൻ എ നോർമൻ മിയേഴ്സ്, എഡ്വേർഡ് വിൽസൺ, ജിം കോർബറ്റ്, സുന്ദർലാൽ ബഹുഗുണ. ആരായിരിക്കും? നോർമൻ മിയേഴ്സ്. ആരാണ്? നോർമൻ മിയേഴ്സ്. ഭൂമിയുടെ ജൈവശാസ്ത്രപരമായി സമ്പന്നവും ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ഭൂപ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നതിനെയാണ് നമ്മൾ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. എന്താണ്? ഭൂമിയുടെ ജൈവശാസ്ത്രപരമായി സമ്പന്നവും ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ഭൂപ്രദേശം അല്ലേ? വംശനാശമായിട്ട് ഭീഷണിപ്പെടുന്ന ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തിന് നമ്മൾ ജൈവ വൈവിധ്യ